ഹായ് എല്ലാവർക്കും വിഷ്ണു ശാലിനിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം. രാവിലെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് എത്തുകയാണ് വിഷ്ണു. ഹോട്ടലിലേക്ക് കയറിയ വിഷ്ണു ചോദിക്കുകയാണ്, ആ ശാരദാമ്മ ഗുഡ് മോർണിംഗ്, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ തട്ടിയും മുട്ടിയും ഒക്കെ പോകുന്നു മോനെ, കഴിക്കാനാണെങ്കിൽ അങ്ങോട്ടിരിക്കാം. വിഷ്ണു പറയുകയാണ്, ഏയ് വേണ്ട വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. ഒരു വിവരം അറിയണമെന്നുണ്ടായിരുന്നു, അത് ചോദിക്കാനായിട്ട് കയറിയതാണ്. അന്നേരം അകത്തേക്ക് നോക്കി ശാരദാമ്മ പറയുകയാണ്, മോളെ ശാരി, ഒരു ചായ എടുക്ക്. എന്താ മോനെ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ടൗണില് ബ്ലൂ ഡയമണ്ടിന്റെ പാചക മത്സരം നടക്കുന്നുണ്ടെന്ന് കേട്ടു. അതിൽ മത്സരിക്കാൻ ശാരദാമ്മ പേര് കൊടുത്തിട്ടുണ്ടല്ലോ. പേരൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ മത്സരത്തിനൊന്നും പോകുന്നില്ല. പോകുന്നില്ലേ, അതെന്ത് പറ്റി? അന്നേരം ശാരദാമ്മ പറയുകയാണ്, വിശപ്പടക്കാനും ജീവൻ നിലനിർത്താനുമുള്ള ഒരു ഉപാധിയാണ് പാചകം. അത് മത്സരമാക്കുന്നതിനോട് എന്തുകൊണ്ടോ എനിക്കങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. മോൻ അങ്ങോട്ട് ആലോചിച്ചു നോക്കിയേ, പിറന്നു വീണ കുഞ്ഞിന്റെ ആഹാരം എന്താ? അമ്മയുടെ മുലപ്പാലാണ് അതിന്റെ ജീവൻ നിലനിർത്തുന്നത്. ആരുടെ മുലപ്പാലാണ് ഏറ്റവും നല്ലതെന്ന് ഒരു മത്സരം വെക്കാൻ പറ്റുമോ നമുക്ക്? അതുപോലൊരു പുണ്യമാണ് എനിക്ക് പാചകവും. അതൊരു മത്സരവേദിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എനിക്ക്. അന്നേരം വിഷ്ണുവിനുള്ള ചായയുമായി എത്തുകയാണ് ശാരിക. ശാരിക പറയുകയാണ്, അമ്മയെ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങൾ മക്കൾ 3 പേരും 3 കോണിൽ നിന്ന് നിർബന്ധിക്കുക, പക്ഷെ ഒരിളക്കവുമില്ല. ശാരദാമ്മയുടെ സ്റ്റാൻഡ് ഇത് തന്നെയാണ്. വിഷ്ണു പറയുകയാണ്, നോക്ക് ശാരദാമ്മേ, കുടുംബശ്രീ ഹോട്ടലിലെ ഒരു പതിവുകാരനല്ലേ ഈ ഞാൻ. ആഹാരം വിളമ്പി തരുന്ന ശാരദാമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇവിടത്തെ ബുദ്ധിമുട്ടൊക്കെ ഒരു പരിധിവരെ എനിക്കറിയുകയും ചെയ്യാം. അന്നേരം അവിടേക്ക് എത്തുകയാണ് ശാലിനി. അതുകൊണ്ടാണെന്ന് വിഷ്ണു പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അന്നമുണ്ടാക്കുന്ന മത്സരത്തിൽ ജയിച്ചു കിട്ടുന്ന 11 ലക്ഷം കൊണ്ട് തീരുന്നതാണോ ശാരദയുടെ കടം? ശാരദയുടെ ജീവിതം തന്നെ ഒരു കടമായിട്ടിരിക്കുകയാണ്. മോൻ ചെല്ല്, വേറെ വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അന്നേരം ചായ കുടിച്ചുകൊണ്ട് വിഷ്ണു പറയുകയാണ്, വേറൊന്നുമില്ല, ഞാൻ ഇറങ്ങുകയാണ്. ശാരദയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും ആലോചിക്കാനും ഒക്കെ നിങ്ങളെപ്പോലുള്ള മക്കളുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അതാണ് ആകെയുള്ളൊരു ധൈര്യം. മോൻ ചെല്ല് എന്ന് പറയുമ്പോൾ ശാരികയ്ക്ക് ഗ്ലാസ് കൊടുത്തിട്ട് ദാ പിടിക്കുക എന്ന് പറഞ്ഞ് തിരിയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനിയെ കാണുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നോ, ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി കൊണ്ടുവന്ന കവർ ശാരിയെ ഏൽപ്പിച്ചിട്ട് ദാ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിന്റെ പിന്നാലെ പോവുകയാണ്. വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുകയാണ്, അതെ, ഇയാള് വന്നത് ബ്ലൂ ഡയമണ്ട് മത്സരത്തിന്റെ കാര്യം ചോദിക്കാനാണ് അല്ലേ? അതെ, ശാരദാമ്മ പങ്കെടുത്താൽ തീർച്ചയായും സമ്മാനം കിട്ടുമെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കുറുപ്പ് സാറ് ഞങ്ങളെ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷേ എവിടെ, അമ്മ സമ്മതിക്കുന്നില്ല. വിഷ്ണു പറയുകയാണ്, അതെ, എല്ലാവരും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ചിലപ്പോൾ പറഞ്ഞു നോക്കിയാൽ. അന്നേരം ശാലിനി പറയുകയാണ്, എവിടെന്ന്, ഒന്നും നടക്കില്ല. അമ്മ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ അതേ നടക്കൂ. നിർബന്ധിപ്പിച്ച് എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ പിന്നെ അത് ശരിയാകില്ല. അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മനസ്സ് പിന്നിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ പിന്നെ മത്സരത്തിൽ പങ്കെടുത്താലും തോക്കുമെന്ന് ചുരുക്കം. എന്തിനാ വെറുതെ നാണം കെടുന്നതെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് കൂടുതൽ പ്രഷറൊന്നും ചെലുത്താൻ പേഴ്സണലായിട്ട് എനിക്കും തോന്നിയില്ല. വിഷ്ണു പറയുകയാണ്, ആ എങ്കിൽ പിന്നെ വിട്ടുകളഞ്ഞേക്ക്. ഈ പാചക മത്സരവും ഫസ്റ്റ് പ്രൈസും ഒക്കെ സുസ്മിതയ്ക്ക് കിട്ടട്ടെ. അവൾക്ക് കിട്ടാനായിരിക്കും വിധി. അന്നേരം ശാലിനി ശ്രദ്ധിക്കുകയാണ്, എന്താ പറഞ്ഞത്, സുസ്മിതയ്ക്കോ? അതെ, തന്നെ പണ്ട് സ്വന്തം വീട്ടിൽ വെച്ച് തരം താഴ്ത്താൻ നോക്കിയില്ലേ, അതേ സുസ്മിത തന്നെ ഈ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിക്കുമെന്ന് ശാലിനി ചോദിക്കുകയാണ്. അതിന് സുസ്മിത മത്സരിക്കുന്നുണ്ടോ? വിഷ്ണു പറയുകയാണ്, പിന്നല്ലാതെ. ബ്ലൂ ഡയമണ്ടിന്റെ ട്രോഫിയും 11,11,111 രൂപയും തനിക്ക് തന്നെയാണെന്ന് വീമ്പിളക്കിയിട്ട് നടക്കുകയാണ് അവിടെ മുഴുവൻ. ശാലിനി മനസ്സിൽ കരുതുകയാണ്, ഓ അങ്ങനെയാണോ കഥ? ശാലിനിയെ ഒന്ന് എരികയറ്റാൻ വേണ്ടി തന്നെയാണ് വിഷ്ണു അങ്ങനെ പറഞ്ഞത്. ശാലിനി അന്ന് സുസ്മിത അവരുടെ വീട്ടിൽ വെച്ച് ശാലിനി അപമാനിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ആലോചിച്ച ശേഷം ശാലിനി ചോദിക്കുകയാണ്, അല്ല, അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയാമോ? ചിരിച്ചുകൊണ്ട് വിഷ്ണു ചോദിക്കുകയാണ്, ഓ അതിനിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പ്രൈസ് കിട്ടാൻ വേണ്ടി പഠിക്കണമെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ കോമ്പറ്റീഷനിൽ ജഡ്ജായി വരുന്നത് സത്യഭാമയാണെങ്കിൽ സുസ്മിതയ്ക്ക് ഫസ്റ്റ് ആണെന്ന് 3.5 തരമാണ്. അത് കേട്ടൊന്ന് അതിശയിച്ച് ശാലിനി ചോദിക്കുകയാണ്, സത്യഭാമയാണോ ഈ കോമ്പറ്റീഷൻ ജഡ്ജായിട്ട് വരുന്നത്? അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോ ഇതൊന്നും അറിഞ്ഞില്ലേ താൻ? ഇല്ല, പക്ഷെ ഇയാൾ ഇതൊക്കെ എങ്ങനെയാ അറിയുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സത്യഭാമയുടെ വീട്ടിലെ അല്ലറ ചില്ലറ ജോലികളൊക്കെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഞാനാണ്. അപ്പോ അവിടത്തെ അടുക്കളവട്ടത്തും പിന്നാമ്പുറത്തുമൊക്കെ നടത്തുന്ന ചർച്ചകളിൽ നിന്നാണ് ഇതൊക്കെ അറിയുന്നത്.
ശാലിനി പറയുകയാണ്, അപ്പോ സത്യസന്ധതയുടെയും നീതിബോധത്തിന്റെയും വീമ്പിളക്കുന്നവരാണ് ജഡ്ജാണ് ഈ സത്യഭാമ. അവരുടെ സത്യഭാഗം തുറന്നു കാണിക്കണമെങ്കിൽ മത്സരത്തിൽ ഞങ്ങൾ പങ്കെടുത്തേ പറ്റൂ എന്ന് സാരം. അന്നേരം ചിരിച്ചുകൊണ്ട് മനസ്സിൽ വിഷ്ണു കരുതുകയാണ്, കത്തേണ്ടടുത്ത് കൃത്യമായിട്ട് കത്തി. സുസ്മിതേ, നീ പൊളിഞ്ഞു. വിഷ്ണു പറയുകയാണ്, എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു മനസ്സിൽ പറയുകയാണ്, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റിയുള്ളൂ. അതിനുശേഷം വണ്ടിയെടുത്ത് പോവുകയാണ് വിഷ്ണു പോയ ശേഷം ശാലിനി കരുതുകയാണ്, അങ്ങനെ ഇപ്പോ സുസ്മിത ഈ മത്സരത്തിൽ വിജയിക്കാൻ പാടില്ല. സത്യഭാമയെ പൊളിച്ചെടുക്കാൻ ഇത് ഉപകരിക്കും എന്നർത്ഥം. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ അടുക്കളയാണ്. അവിടേക്ക് വന്ന ശ്യാമ പറയുകയാണ്, അമ്മേ, കാച്ചിവെച്ച പാലൊക്കെ കേടായല്ലോ. അയ്യോ, കഴുകി വെച്ച 4 നെന്മണി പാലിലിട്ട് വെച്ചാൽ മതിയായിരുന്നു, അപ്പോൾ അത് കേടാകില്ലായിരുന്നു. മറന്നുപോയി എന്ന് പറയുമ്പോൾ അവിടേക്ക് വന്ന ശാലിനി പറയുകയാണ്, ആഹാ, ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാരും ഉണ്ടല്ലോ. അതെ, എല്ലാവരും കേൾക്കാനായിട്ട് പറയുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ. ബ്ലൂ ഡയമണ്ട്സിന്റെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഹോട്ടൽ കുടുംബശ്രീയെ പ്രതിനിധീകരിച്ച് ഈ ശാലിനി മത്സരിക്കാൻ പോകുന്നു. ശ്യാമയും ശാരികയും സന്തോഷിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, ദേ ശാലിനി, വേണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, എനിക്ക് മത്സരമൊന്നും പറ്റില്ല എന്ന്. ശാലിനി ചോദിക്കുകയാണ്, അതിന് അമ്മ മത്സരിക്കണമെന്ന് ആരാ പറഞ്ഞത്? എനിക്ക് മത്സരിക്കാമല്ലോ കുടുംബശ്രീയുടെ പേരിൽ. സഹായിക്കാൻ ദാ ഈ ചേച്ചിയും ഉണ്ടാകും എന്ന് ശാരികയെ ചൂണ്ടി പറയുകയാണ് ശാലിനി. എന്താ ചേച്ചി, നമുക്കങ്ങ് അടിച്ചു പൊളിച്ചാലോ? ഞാൻ റെഡി എന്ന് പറയുകയാണ് ശാരിക. അപ്പോ ഞാനോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, നീ മൈനറാണ്, വേണമെങ്കിൽ മലക്കറിയുടെ തൊലി കളയാനും തേങ്ങ ചിരണ്ടാനും കൂടെ കൂടിക്കോ. ചേച്ചി എന്ന് ശ്യാമ വിളിക്കുമ്പോൾ ചിരിക്കുകയാണ് ശാലിനിയും ശാരികയും. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ ശാരദാമ്മ പറയുകയാണ്, നീയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്, എനിക്കെന്താ? ശാലിനി ചോദിക്കുകയാണ്, അങ്ങനെ ഇഷ്ടം പോലെ ചെയ്താൽ എങ്ങനെയാ അമ്മേ? 1-2 ദിവസം കൊണ്ട് ഉണ്ടായതാണോ ഈ കുടുംബശ്രീ ഹോട്ടലിന്റെ സൽപ്പേര്? എത്ര വർഷം കൊണ്ട് പടുത്തുയർത്തിയതാണ്? ഈ ഹോട്ടൽ കുടുംബശ്രീയുടെ പര്യായം തന്നെ നമ്മുടെ നാട്ടിൽ രുചി എന്നാണ്. ഇപ്പോ ഞങ്ങൾ ഈ കുടുംബശ്രീക്ക് വേണ്ടി പാചക മത്സരത്തിന് പോയി ഒരു പ്രോത്സാഹന സമ്മാനം പോലും കിട്ടാതെ തോറ്റു തൊപ്പിയിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? ശ്രദ്ധിക്കാതെ നിൽക്കുന്ന ശാരദാമ്മയെ പിടിച്ച് നേരെ നിർത്തിയിട്ട് ശാലിനി പറയുകയാണ്, ഇങ്ങോട്ട് തിരിഞ്ഞേ, അമ്മയൊന്ന് പറഞ്ഞേ. ഈ ശാരദാമ്മ ഞങ്ങളെ അങ്ങ് തോൽക്കാൻ വിടുമോ? എന്തു പറയുന്നു? ശാരദാമ്മ ചോദിക്കുകയാണ്, സമ്മതിക്കില്ലല്ലേ നീ? ശാരദാമ്മയുടെ കവിളിൽ പിടിച്ചിട്ട് ശാലിനി പറയുകയാണ്, സമ്മതിക്കില്ല, ഈ ശാരദാമ്മയും കൊണ്ടേ ഞാൻ പോകൂ. ശാരിക പറയുകയാണ്, പ്ലീസ് ഒന്ന് സമ്മതിക്കമ്മേ, നമ്മുടെ ഈ കുടുംബത്തിന്റെ കച്ചിത്തുരുമ്പാണ് ഇപ്പോൾ ഇത്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണോ? ശ്യാമ പറയുകയാണ്, അതെപ്പോഴേ പറഞ്ഞതാണ്, ഞങ്ങൾ 3 ആളുടെയും പിന്നെ കുടുംബശ്രീ ഇഷ്ടപ്പെടുന്നവരുടെയും എല്ലാവരുടെയും ആഗ്രഹം ശാരദാമ്മ മത്സരിക്കണമെന്ന് തന്നെയാണ്. ശാരദാമ്മ പറയുകയാണ്, ശരി, പക്ഷെ ഒരു കണ്ടീഷൻ. മത്സരമെന്നും ട്രോഫി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹോട്ടൽ അടഞ്ഞു കിടക്കാൻ പാടില്ല. ശാരിക പറയുകയാണ്, അതൊക്കെ ഞങ്ങൾ ഏറ്റമ്മേ, മത്സരത്തിന് പോകാൻ അമ്മയൊന്ന് സമ്മതിച്ചാൽ മതി. ശാരദാമ്മ ചോദിക്കുകയാണ്, എടി, ഇതിനപ്പുറം ഞാൻ എങ്ങനെയാ സമ്മതിക്കുന്നത്? മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തരണമോ? അത് കൊള്ളാം. അത്രയും പറഞ്ഞു പോവുകയാണ് ശാരദാമ്മ. സന്തോഷത്തോടു കൂടി ശ്യാമ പറയുകയാണ്, വല്യേച്ചി, കുഞ്ഞേച്ചി, അപ്പോ കുക്കിംഗ് കോമ്പറ്റീഷന് പോകാൻ അമ്മയങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞ് 3 പേരും കൈകൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുക്കിംഗ് കോമ്പറ്റീഷൻ ഹാളാണ്. ഹാളിലേക്ക് സുസ്മിതയും ജയയും എത്തുകയാണ്. അന്നേരം അവിടെ വന്ന ഭാരവാഹികളിൽ ഒരാൾ പറയുകയാണ്, മാഡം, പുറത്ത് പാർക്ക് ചെയ്ത കാറൊന്ന് മാറ്റിയിടണം, അവിടെ വഴിയിലാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അന്നേരം കുറച്ച് അഹങ്കാരത്തോടു കൂടി സുസ്മിത ചോദിക്കുകയാണ്, അകത്തേക്ക് വന്ന ഞാൻ പുറത്തു വന്ന് കാർ മാറ്റിയിടണം അല്ലേ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല മാഡം എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, ഈ ബ്ലൂ ഡയമണ്ട് കുക്കിംഗ് കോമ്പറ്റീഷന്റെ ജഡ്ജ് സത്യഭാമയുടെ ഭാവി മരുമകളാണ്, പേര് സുസ്മിത. ഇന്നത്തെ ഈ കോമ്പറ്റീഷൻ വിന്നർ. ഇന്നാക്കി വേണമെങ്കിൽ കൊണ്ടുപോയി മാറ്റിയിട്ടേക്കെന്നും പറഞ്ഞ് താക്കോൽ നീട്ടുകയാണ് സുസ്മിത. താക്കോൽ വാങ്ങിയ ശേഷം സുസ്മിത പോകുമ്പോൾ അയാൾ പറയുകയാണ്, എന്റെ അമ്മേ, എന്തൊരു അഹങ്കാരം, ഈ ഫസ്റ്റ് പ്രൈസ് ഇവൾക്ക് തന്നെ കൊടുത്ത സത്യഭാമ കൊലച്ചതി ചെയ്ത് കളയുമോ എന്തോ. അന്നേരം സത്യഭാമയും എത്തുകയാണ് അവിടേക്ക്. സത്യഭാമ ചോദിക്കുകയാണ്, മത്സരാർത്ഥികൾക്കുള്ള സംഗതികളെല്ലാം റെഡിയല്ലേ? ഉപ്പു മുതൽ ഉള്ള സാധനങ്ങളെല്ലാം വേണം, എണ്ണയും പൊടി ഐറ്റംസും വരെ ചെറിയൊരു പിഴവ് പോലും വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ബ്ലൂ ഡയമണ്ട് ക്ലബിന് നാളെ അതൊരു വലിയ ചീത്തപ്പേരാണ്. ഇല്ല സത്യാമ്മ എന്ന് പറയുകയാണ് അവർ. ട്രോഫി നോക്കി സത്യഭാമ പറയുകയാണ്, ഈ ട്രോഫി എനിക്ക് ഇഷ്ടപ്പെട്ടോ. അടുക്കളയിലെ മിടുക്കിന് ചിമ്മിനി വിളക്ക് ബെസ്റ്റ് ആണ്. അന്നേരം വിഷ്ണുവും ദാസനും കൂടി അവിടേക്ക് വരികയാണ്.
എല്ലായിടത്തുമൊക്കെ നോക്കിയിട്ട് വിഷ്ണു പറയുകയാണ്, സെറ്റപ്പ് കൊള്ളാം അല്ലേ ആശാനെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരെണ്ണം കാണുന്നത്. ദാസൻ പറയുകയാണ്, ക്ലബ്ബുകാര് കാശിറക്കുന്നുണ്ട് ആശാനെ. അതല്ലേ, ഇതുപോലൊരു നല്ലൊരു ഹാളൊക്കെ വാടകയ്ക്കെടുത്ത് നല്ല അറേഞ്ച്മെന്റ്സ്. അല്ല, ഏട്ടത്തിയമ്മ മത്സരത്തിന് വരുമല്ലോ അല്ലേ? വിഷ്ണു പറയുകയാണ്, ഏട്ടത്തിയമ്മ മാത്രമല്ലടാ, അവളുടെ അമ്മയും വരും. അവിടെ ഇരിക്കുന്ന ട്രോഫി ഇല്ലേ, അത് അവൾക്കാണ്, ലക്ഷങ്ങളുടെ കാശും. അന്നേരം വിഷ്ണുവിനെ കണ്ട് സുസ്മിത അടുത്തേക്ക് നിന്ന് വിഷ്ണുവിന്റെ തോളിൽ പിടിച്ച് ഹായ് വിഷ്ണു ഏട്ടാന്ന് പറയുകയാണ്. അത് ഇഷ്ടപ്പെടാതെ സുസ്മിതയെ ഒന്ന് തള്ളി മാറ്റിയിട്ട് വിഷ്ണു പറയുകയാണ്, എന്തോന്നടി ഇത് തോളിൽ തൂങ്ങുന്നത്, അങ്ങോട്ട് മാറി നിൽക്ക്. സുസ്മിത ചോദിക്കുകയാണ്, ഞാൻ ജയിക്കുന്നത് കാണാനാണ് വിഷ്ണു ഏട്ടൻ വന്നത് അല്ലേ? കളിയാക്കി വിഷ്ണു പറയുകയാണ്, അതെ, പെട്ടെന്നൊന്ന് പോയി ജയിച്ചിട്ട് വരുമോ? ആ പ്രൈസ് മണി കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് അടിച്ചു പൊളിക്കാനേ, അതുകൊണ്ടാണ്. ഇല്ല, സ്ത്രീധനത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. സുസ്മിത പറയുകയാണ്, ആണോ, എങ്കിൽ ഞാൻ വിന്നറാകും എന്നുള്ളത് ഉറപ്പാണ്. നീ വിന്നർ എന്നും പറഞ്ഞ് ദാസനെ നോക്കി ചിരിക്കുകയാണ് വിഷ്ണു. അമ്മ നീ ഉണ്ടാക്കുന്നത് കഴിച്ചിട്ട് ആസ്പത്രിയിലാകാതിരുന്നാൽ മഹാഭാഗ്യം. അന്നേരം സുസ്മിത പറയുകയാണ്, ഏയ് ഒരിക്കലുമില്ല, അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വെച്ച് വിളമ്പുന്ന ജയയെ തന്നെ ഞാൻ ഹെൽപ്പറായിട്ട് കൊണ്ടുവന്നത്. അതേസമയം ജയയെ കണ്ട് ഒന്ന് ആശങ്കപ്പെടുകയാണ് വിഷ്ണുവും ദാസനും. വിഷ്ണു പറയുകയാണ്, എന്റെ ദൈവമേ, നിന്റെ കുരുട്ടുബുദ്ധി ഭയങ്കരം തന്നെയാണ്. ഒന്ന് പോകാമോ ദയവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വേണ്ട നമുക്ക് പോകാം എന്നും പറഞ്ഞ് സുസ്മിതയുടെ അടുത്ത് നിന്നും മാറുകയാണ് വിഷ്ണുവും ദാസനും. സുസ്മിത പറയുകയാണ്, നോക്കിക്കോ, ഇതിന്റെ പ്രതികാരം ഞാൻ ഫസ്റ്റ് അടിച്ച് കാണിച്ചു തരും. അതേസമയം ജഡ്ജായിരിക്കുന്ന സത്യഭാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് സുസ്മിത പറയുകയാണ്, ഭാമാന്റി ഞാനെത്തി, ഇനി നമുക്ക് മത്സരം അങ്ങ് തുടങ്ങിയാലോ? വിന്നറാകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ചുറ്റുമൊക്കെയുള്ള ആൾക്കാരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സത്യഭാമ പറയുകയാണ്, സുസ്മിത, ഇത് നമ്മുടെ വീടല്ല. അങ്ങോട്ട് പോയി ടേബിളിനടുത്ത് നിൽക്ക്. സുസ്മിത പറയുകയാണ്, എനിക്കറിയാം, ഭാമാന്റി ഇപ്പോൾ എന്നോട് പരിചയം കാണിക്കാത്തത് ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ കിട്ടുമ്പോൾ പക്ഷപാതം കാട്ടിയെന്ന് പേര് കേൾക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? വേണമെങ്കിൽ പരിചയമൊന്നും ഇല്ലാത്തതുപോലെ ഞാനും അഭിനയിച്ചേക്കാം. എന്താ, അത് മതിയോന്ന് ചോദിക്കുമ്പോൾ പതിയെ സത്യഭാമ പറയുകയാണ്, സുസ്മിതെ, സത്യഭാമയാണ് വിധികർത്താവെങ്കിൽ ഇവിടെ നീതിയെ നടക്കൂ. നിനക്കാണ് അർഹതയെങ്കിൽ നിനക്ക് തന്നെ സമ്മാനം ലഭിക്കും. അതിൽ മകളോ മരുമകളോ എന്നുള്ള പരിഗണനയൊന്നും ഇല്ല. നീ ഇപ്പോ മറ്റു മത്സരാർത്ഥികളിൽ ഒരാൾ മാത്രം. തൽക്കാലം അവരുടെ കൂടെ പോയി നിൽക്ക്. സുസ്മിത പറയുകയാണ്, ഞാൻ പോകാം. എന്തായാലും 11 ലക്ഷം രൂപ എനിക്ക് തന്നെ വേണം. ഇപ്പോഴേ പറഞ്ഞില്ലാന്ന് വേണ്ട. സുസ്മിതയുടെ സംസാരമൊക്കെ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് സത്യഭാമ. അന്നേരം അവിടേക്ക് വന്ന ഒരു കുട്ടി പറയുകയാണ്, നമസ്കാരം, ഞാനാണ് ഈ പ്രോഗ്രാമിന്റെ ആങ്കർ. എന്താ മോളുടെ പേര്? മേഘ. നല്ല പേര് എന്ന് പറയുകയാണ് സത്യഭാമ. അന്നേരം അവിടേക്ക് വന്ന് സംഘാടകരിൽ ഒരാൾ പറയുകയാണ്, സത്യാമ്മേ, ഒരു പ്രശ്നമുണ്ട്. എന്താ ശോഭനെ? എന്താ പ്രശ്നം? അത് എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് പറയുകയാണ്, എല്ലാ വർഷവും നമ്മളിങ്ങനെ ഫുഡ് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ഇത്രയധികം മികച്ച കോമ്പറ്റീഷൻസ് എത്താറില്ല. ഇത്തവണ ആളെണ്ണം കൂടുതലാണ്. പേര് രജിസ്റ്റർ ചെയ്തവരുടെ പ്രൊഫൈലും ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ചു. ഒഴിവാക്കാൻ പറ്റുന്നവരെയൊക്കെ ഒഴിവാക്കിയിട്ടും 14ഓളം പേർ മത്സരത്തിനുണ്ട്. പക്ഷെ 6 ടീമിന് മത്സരിക്കാനുള്ള ഫെസിലിറ്റിയെ നമുക്കുള്ളൂ. നമുക്കിത് നറുക്കിടേണ്ടി വരും. സത്യഭാമ പറയുകയാണ്, ആയിക്കോട്ടെ, എവിടെയും ഭാഗ്യം എന്നുള്ളൊരു ഘടകം കൂടി ഉണ്ടല്ലോ ശോഭനെ. ഇവിടെ എത്താൻ ഒരു ഭാഗ്യം വേണം, മത്സരിക്കാൻ മറ്റൊരു ഭാഗ്യം, ഒന്നാമതെത്താൻ വേറൊരു ഭാഗ്യം. അതുകൊണ്ട് നറുക്കെടുക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല. നമുക്കങ്ങനെ ചെയ്താൽ മതി. അതേസമയം അവിടേക്ക് എത്തുകയാണ് ബാലചന്ദ്രനും രാജേശ്വരിയും. അകത്തേക്ക് കയറിയ ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചി, അളിയനും കൂടി വേണമായിരുന്നു. ചേച്ചി ലക്ഷങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത് കാണാനും അളിയൻ വേണമായിരുന്നു. രാജേശ്വരി പറയുകയാണ്, അതല്ലേലും അങ്ങനെ തന്നെയാണ്. അങ്ങേർ മനസ്സുകൊണ്ടല്ലേലും ശാരദയുടെ കൂടെ തന്നെയാണ്. നീ വാ, മത്സരം തുടങ്ങാറായെന്ന് തോന്നുന്നു. അതേസമയം അവിടെ മേഘ അനൗൺസ് ചെയ്യുകയാണ്, ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹിയർ റൈസസ് ദി കർട്ടൻ ഓഫ് പ്രസ്റ്റീജ് കോമ്പറ്റീഷൻ ഓഫ് ബ്ലൂ ഡയമണ്ട്സ്. നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പാചക മത്സരം ഇവിടെ ആരംഭിക്കുകയാണ്. അതേസമയം വിഷ്ണു ദാസനോട് ചോദിക്കുകയാണ്, ശാലിനി എവിടെ? ദാസൻ പറയുകയാണ്, അത് എന്നോടാണോ ചോദിക്കുന്നത്? ആശാനല്ലേ പറഞ്ഞത് ഏട്ടത്തി മാത്രമല്ല ഏട്ടത്തിയുടെ അമ്മയും വരുമെന്ന്. എന്നിട്ട് അവരെവിടെയെന്നും പറഞ്ഞ് വിഷമിക്കുകയാണ് വിഷ്ണു. മേഘ പറയുകയാണ്, എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഈ വർഷത്തെ പ്രൈസ് മണി 11,11,111 രൂപ ഉയർത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ വർഷത്തെ നമ്മുടെ മത്സരത്തിന്റെ പ്രധാന ആകർഷണം. 6 കാൻഡിഡേറ്റ്സ് ആണ് മത്സരവേദിയിൽ ഉണ്ടായിരിക്കുക. സഹായിക്കാൻ ഓരോ ഹെൽപ്പർമാരും ഒപ്പം. ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ശ്രീമതി സത്യഭാമയെ തന്നെ ഈ മത്സരത്തിന്റെ വിധികർത്താവായി ലഭിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യമാണെന്ന് അറിയിച്ചു കൊള്ളുന്നു.
ഇപ്രാവശ്യം മത്സരാർത്ഥികൾ കൂടുതലായതിനാൽ ബ്ലൂ ഡയമണ്ട്സിന്റെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ആ 6 പേര് ഇപ്പോൾ ഇവിടെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നതാണ്. അന്നേരം ഒന്ന് ആശങ്കപ്പെടുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും സുസ്മിതയും ഒക്കെ. വിഷ്ണു പറയുകയാണ്, ഞറുക്കെടുപ്പോ? അപ്പോ ശാരദാമ്മയുടെ പേര് ഞറുക്കിൽ വീണില്ലെങ്കിലോ? ദാസൻ പറയുകയാണ്, കൂടുതലൊന്നും ആലോചിക്കണ്ട ആശാനെ, ഞറുക്ക് വീണില്ലെങ്കിൽ ഗോപി, അത്ര തന്നെ. നാവ് വളച്ചൊന്നും പറയല്ലേടാന്നും പറഞ്ഞ് ദാസനെ അടിക്കാനോങ്ങുകയാണ് വിഷ്ണു. ഞറുക്കെടുക്കുന്നതിനായി സത്യഭാമയെ ക്ഷണിക്കുകയാണ് മേഘ. ദാസനോട് വിഷ്ണു പറയുകയാണ്, ദൈവമേ, അത് കുടുംബശ്രീയുടേതാകാൻ പ്രാർത്ഥിക്കടാ. അന്നേരം ദാസൻ ചോദിക്കുകയാണ്, അത് ഞറുക്കെടുക്കുന്നതിന് മുമ്പ് വേണ്ടേ പ്രാർത്ഥിക്കാൻ? ഇനിയിപ്പോ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് എത്തുമോ? വിഷ്ണു ചോദിക്കുകയാണ്, പെടലി നോക്കി അടി കിട്ടാൻ പ്രാർത്ഥിക്കണോ നിനക്ക്? അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ദാസൻ പ്രാർത്ഥിക്കുകയാണ്, ആ കടലാസിൽ വേറെ ആരുടെയെങ്കിലും പേരാണെങ്കിൽ അത് മാഞ്ഞു പോയിട്ട് കുടുംബശ്രീയുടെ പേര് തന്നെ തെളിയണേ. ബാലചന്ദ്രൻ പറയുകയാണ്, ചേച്ചിയുടെ പേരായിരിക്കും. രാജേശ്വരി അത് കേട്ട് പറയുകയാണ്, നമ്മുടെ പേര് ഞറുക്കിൽ വീണില്ലെങ്കിലും സാരമില്ലടാ, കുടുംബശ്രീയുടെ പേര് വീഴാതിരുന്നാൽ മതി. ആദ്യം ഞറുക്കെടുത്ത് പേര് വായിക്കുകയാണ് സത്യഭാമ. സുസ്മിത അന്നേരം സന്തോഷിക്കുകയാണ് സുസ്മിത. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.